ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ജോഫിൻ്റെ ചാക്കോ സംവിധാനം ചെയ്ത രേഖാചിത്രം 3 ദിനത്തെ വേൾഡ് വൈഡ് കളക്ഷൻസ് പുറത്തു വന്നിരിക്കുകയാണ്. ആസിഫ് അലിയുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായിട്ടാണ് സിനിമ വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ അനശ്വര രാജൻ്റെ മികച്ച പ്രകടനവും സിനിമയിൽ ഭയങ്കരമായി ലിവറേജ് ചെയ്യുന്നു. ഒപ്പം മമ്മൂട്ടിയുടെ പ്രസൻസ്, മമ്മൂട്ടി ക്യാരക്ടറായി എത്തുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ടിൽ മമ്മൂട്ടിയുടെ ഇമ്പോർട്ടൻസ് ത്രൂ ഔട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ ലിവറേജും വരുന്നു. ഇവിടെ രേഖാചിത്രത്തിൻ്റെ 3 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ വന്നിരിക്കുകയാണ്. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം സപ്പോർട്ട് രേഖാചിത്രം ഇഷ്ടപ്പെടുന്നവരിൽ നിന്ന് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാൻ നമുക്കൊരു മടിയും വരുന്നുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമയ്ക്ക് 3 ദിവസം കൊണ്ട് ലഭിക്കുന്നത് 7,14,00,000 രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്നത് 1,28,00,000 രൂപയും ഓവർസീസിൽ നിന്ന് 9,85,00,000 രൂപയുമാണ്. അതായത് 18,27,00,000 രൂപ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ. എന്താണെങ്കിലും 25 തൊട്ട് 27 കോടി വരെ ഈ ആഴ്ചയോടുകൂടി തന്നെ സിനിമ അടിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കേരളത്തിൽ ഇന്നലെ മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ആയിരുന്നു. 951ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്തപ്പോൾ 1,59,000 പേരാണ് സിനിമ കണ്ടതും. അതും 60% ഒക്യുപ്പൻസി. ഇന്ന് 65 തൊട്ട് 70% വരെയായിരിക്കും ഒക്യുപ്പൻസി എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ 51ഓളം ഹൗസ്ഫുൾ ഷോകളും 164 മുകളിലുള്ള ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളുമാണ് ട്രാക്കേഴ്സ് പുറത്തുവിട്ടത്. ഇന്നലെ ഈ 2,59,00,000 രൂപയാണ് സിനിമയ്ക്ക് ലഭിച്ചതായി ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്ക്. അതായത് സിനിമ 3,10,00,000 രൂപയോളമാണ് ഫൈനലായി നമുക്ക് ലഭ്യമായ ഒഫീഷ്യൽ കണക്കുകളിൽ വന്നിരിക്കുന്നത്. എന്തായാലും ആസിഫ് അലിയുടെ മികച്ച ഒരു വിജയം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ അദ്ദേഹം നേടിയ മുഴുവൻ കളക്ഷനും 2 സിനിമകളിലൂടെ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതിനു മുമ്പ് ഇറങ്ങിയ കിഷ്കിന്ധാകാന്ഡവും അതുപോലെ തന്നെ രേഖാചിത്രവും കൂടെ ചേർന്ന് ഇതുവരെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ അദ്ദേഹം നേടിയ കളക്ഷനേക്കാൾ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും 3-ാം ദിവസം ശനിയാഴ്ച ഗംഭീരമായിരുന്നു. 1,60,000-ന് മുകളിലുള്ള ആളുകളാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. അതും ഒരു 60% ഗംഭീരമായിട്ടുള്ള ഒക്യുപ്പൻസിയുമായിട്ടാണ് വരുന്നത്. ഇന്ന് ഞായറാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നതും സമാനമായ അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്നതാണ്. ഇന്ന് ഇതുവരെ 267ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 33,000-ന് മുകളിൽ ആളുകൾ കാണുകയും ഇപ്പോൾ തന്നെ 47% ഒക്യുപ്പൻസിയും. 55 ലക്ഷം രൂപ ഇപ്പോൾ കടന്നിരിക്കുന്നു. പ്രതീക്ഷിക്കുന്നത് ഇന്നലത്തിനേക്കാൾ കൂടുതൽ, അതായത് 3,20,00,000 രൂപയ്ക്ക് മുകളിലായിരിക്കും ഇന്നത്തെ കളക്ഷൻ. അതോടുകൂടി തന്നെ 10 കോടി കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമ ഇന്നുകൊണ്ട് നേടും എന്നുള്ള പ്രതീക്ഷയുമാണ്. എന്തായാലും അതിന് യാതൊരു മാറ്റങ്ങളും ഒന്നും ഉണ്ടാവില്ല. എത്രത്തോളം അതിന് മുകളിലേക്ക് പോകുന്നു എന്നുള്ളത് മാത്രമാണ്. ഇതിനകം തന്നെ 4 ലക്ഷത്തോളം പേരാണ് സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായി കണ്ടിരിക്കുന്നത്. 2,863 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നതും ഇതുവരെയുള്ള ടോട്ടൽ ആവറേജ് ആയിട്ടുള്ള ഒക്യുപ്പൻസി 50%-ഉമാണ്. കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റുകൾക്കുമായിട്ട്. ഒപ്പം നിങ്ങളുടെ സപ്പോർട്ട് വലിയ രീതിയിലുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം, സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.